ഹലോ, എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ മേഘനാഥൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ നമുക്കറിയാം കേട്ടോ. കഴിഞ്ഞ ദിവസം മേഘനാഥനെ നമ്മുടെ കോർട്ടിൽ കയറ്റി നിർത്തി വാദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനന്തു വന്നിട്ടുണ്ട്, അവരുടെ വക്കീലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ മേഘനാഥൻ്റെ അടുത്ത് അവരുടെ വക്കീൽ എന്നെ ചോദിക്കുകയാണ്, ഈ മാനസ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ, ഈ മകനെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ പറയുന്നത്, മാനസേനെ എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ ഈ കുട്ടിയൊന്നും എൻ്റെ കുട്ടിയൊന്നും അല്ല, ഇവരെല്ലാവരും കൂടെ എന്നെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കഥകളൊക്കെ ഇപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാണ്ട് ഇതിൽ വേറെ സത്യാവസ്ഥ ഒന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മേഘനാഥൻ്റെ വക്കീലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത മാനസേനെ കോർട്ടിൽ കയറ്റി നിർത്തുകയാണ്. അപ്പോൾ മാനസയോട് ചോദിക്കും, എത്ര നാളായിട്ട് മാനസയ്ക്ക് ഈ മേഘനാഥനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട്, എൻ്റെ മകൻ 6 വർഷമായി, അതിനു മുന്നേ ഞങ്ങൾ സ്നേഹിച്ചു ഒന്നും, കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായെന്നും മാനസ പറഞ്ഞു. അപ്പോൾ ഈ ഇത്രയും കൊല്ലത്തിനിടയിൽ ഇപ്പം നിങ്ങൾ എന്താണ് കേസ് കൊടുക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇതുവരെ എനിക്കും എൻ്റെ മകനും ചിലവിന് തന്നുകൊണ്ടിരുന്നു, ഇപ്പോഴായിട്ട് എനിക്ക് ചിലവിനും തരുന്നില്ല, അതുപോലെ എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മേഘനാഥൻ ഒരു വിവാഹം കഴിച്ചത് നിങ്ങൾ അറിഞ്ഞല്ലോ, അന്ന് എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നത്, കാരണം ഈ വ്യക്തിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇയാൾക്ക് ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് ഇയാൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധമല്ല ഇയാൾക്ക് പെൺകുട്ടികളോടുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരു ഭാര്യയായിട്ട് എനിക്ക് ഇയാളോട് കഴിയാൻ, എനിക്ക് അങ്ങനെ ഇയാളെ കല്യാണം കഴിച്ച് കഴിയണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മകനും ചിലവിന് തരുന്നുണ്ട്, അത് മാത്രമേ ഞാൻ നോക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇയാളുടെ വിവാഹം മുടക്കണം എന്നൊന്നും തോന്നിയില്ല. ഇത് കേട്ടപ്പോൾ വക്കീൽ പറഞ്ഞു, ഇത് വളരെ തന്ത്രപരമായി നിങ്ങൾ ചെയ്തൊരു പ്ലാനാണെന്ന് മാനസയോട് പറയും. കാര്യം ഇപ്പോഴത്തെ കാലത്ത് ചില സമൂഹത്തിൽ ചില പെൺകുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടായ കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഇന്ന ആളിൻ്റെ ഏതെങ്കിലും പണക്കാരായിട്ടുള്ളവരുടെ അടുത്ത് വന്ന് ഇത് നിങ്ങളുടെ കുട്ടിയാണെന്നും ഞങ്ങൾക്ക് കോടതിയിൽ കേസ് കൊടുത്ത് ചിലവിൻ്റെ മാസം തോറും തരണമെന്നും പറഞ്ഞ് അങ്ങ് ആക്കും. ഇത് എന്നിട്ട് ജഡ്ജിയോട് ഈ വക്കീലിനെ പറയും, ഇത് സാധാരണ ഇപ്പോൾ നടന്നു പറഞ്ഞ ഒരു ഇതാണ്, അതുകൊണ്ട് ഇത് ആ രീതിയിൽ കണക്കാക്കണം, അല്ലാണ്ട് എൻ്റെ കക്ഷി മേഘനാഥൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല എന്ന് വക്കീൽ വാദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് നിന്നിട്ട് നമ്മുടെ എതിർഭാഗം വക്കീലായ അനന്തു വരെയാണ്. അനന്തു വന്നിട്ട് പറയും, മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, ഈ മാനസേനെ നിങ്ങൾക്കറിയില്ല, അപ്പു എന്ന് പറയുന്ന കുട്ടി നിങ്ങളുടെ മകനും അല്ല, എനിക്ക് മാനസേനെ അറിയാം, എൻ്റെ ഫ്രണ്ട് മാത്രമാണെന്ന് പറയും. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോടതിക്ക് മുമ്പാകെ അനന്തു വക്കീൽ കുറേ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാണ്. അതായത് നമ്മുടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട്, മേഘനാഥൻ്റെയും നമ്മുടെ അനന്തു മേഘനാഥൻ്റെ മകനാണ് എന്നതിൻ്റെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് വയ്ക്കുന്നത്. ഇത് കാണുമ്പോൾ മേഘനാഥൻ അങ്ങ് അന്താളിക്കുകയാണ്, ഇത് എങ്ങനെ എപ്പോഴാണ് ഇത് DNA ടെസ്റ്റൊക്കെ ചെയ്ത കാര്യം. ഇതിനു മുന്നേ സാഗർ പറഞ്ഞിട്ട് മഞ്ജു മേഘൻ്റെ ഒരു മുടിയും അതുപോലെ തന്നെ നമ്മുടെ അപ്പുവിൻ്റെ ഒരു മുടിയും എടുത്തിട്ട് അത് DNA ടെസ്റ്റിന് അയക്കുകയും അതിൽ 2 മാച്ചായി മേഘനാഥൻ്റെ കുഞ്ഞാണ് ഈ അപ്പു എന്നുള്ളത് തെളിഞ്ഞതിന് ശേഷമാണ് മഞ്ജു ഇത് വിശ്വസിച്ചത്. അതായത് ഈ മേഘനാഥൻ്റെ അവരുടെ ഉണ്ടായ കുട്ടിയാണ് അപ്പു എന്നുള്ളത് മഞ്ജു വിശ്വസിച്ചത് ആ ഒരു കേസോട് കൂടെയാണ്. അപ്പോൾ ആ ഒരു തെളിവ് മഞ്ജുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് ഇന്നിപ്പോൾ അനന്തു വക്കീൽ അവിടെ കോടതിക്ക് മുന്നാകെ സമർപ്പിച്ചത്. അപ്പോൾ അതോടുകൂടി ആ ഒരു കേസ് എന്തായാലും സത്യം തെളിഞ്ഞു. അപ്പോൾ അവരുടെ വക്കീലിന് പിന്നെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ കിട്ടിയില്ല. അങ്ങനെ പിന്നെ മഞ്ജുവിനെ അടുത്ത് വിസ്തരിക്കാൻ വേണ്ടി കോർട്ടിനകത്ത് നിർത്തുകയാണ്. മഞ്ജുവിനോടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ മഞ്ജു പറഞ്ഞു, ഇയാളെ എത്ര നാളായിട്ട് അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുഞ്ഞുനാൾ മുതലേ എൻ്റെ മുറച്ചെറുക്കനാണ്, അന്ന് മുതലേ ഞാൻ സ്നേഹിച്ച് ഇന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന മനുഷ്യനാണ്, പക്ഷേ കല്യാണം കഴിച്ച് എന്നെ വഞ്ചിക്കുകയും ഇയാൾക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഇയാളിൽ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു വിവാഹം കഴിച്ച് ഇന്ന് ജീവിക്കുന്നത്, പക്ഷേ ഇയാൾ ഇപ്പോഴും എന്നെ ശല്യപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാണ്. വക്കീലിനും ഒന്നും പറയാനായിട്ടൊന്നുമില്ല. വക്കീൽ പറയണ ഇതെല്ലാം കള്ളത്തരമാണ്, ഇവരൊക്കെ കൃത്രിമമായി കൊണ്ടുവന്ന തെളിവുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജഡ്ജി ചോദിക്കും, ഇത് കൃത്രിമമാണെന്നതിനുള്ളതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മേഘനാഥനോ അല്ലെങ്കിൽ മേഘനാഥൻ്റെ വക്കീലോ തല ഉനിച്ച് നിന്നല്ലാണ്ട് അവർക്ക് പറയാൻ വോയിസ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ കേസ് എന്തായാലും അങ്ങനെയായി. അവസാനം കേസ് തീരുമാനത്തിലെത്തിച്ചത് മേഘനാഥൻ എന്തായാലും മാനസയ്ക്കും അപ്പോൾ കുഞ്ഞിനും മാസം തോറും ഒരു എമൗണ്ട്, ഫിക്സഡ് ഒരു എമൗണ്ട് ഉണ്ടാകും, ആ എമൗണ്ട് മാസം തോറും ചിലവിന് കൊടുക്കണമെന്നും അതോടൊപ്പം തന്നെ
മാനസയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും രീതിയിൽ അവരെ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ വധശ്രമത്തിനോ എന്തെങ്കിലും ശ്രമിക്കുകയോ മറ്റോ ചെയ്യുകയാണ്, അവരെന്തെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മേഘനാഥനെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവും കൂടെ ഇതോടൊപ്പം ജഡ്ജി എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ആകെ സന്തോഷമായി. അപ്പോൾ അവരെല്ലാവരും പുറത്തിറങ്ങി നിന്നപ്പോൾ മേഘനാഥന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. കാര്യം അകത്ത് പിടിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. മേഘനാഥന് ജാമ്യം കിട്ടി. അപ്പോൾ മാസം തോറും ചിലവിന് കൊടുത്തോളാം എന്ന രീതിയിലാണ് കണ്ടീഷനിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മേഘനാഥൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മഞ്ജുവും സാഗറും അതോടൊപ്പം നമ്മുടെ മാർക്കോയും എല്ലാവരും അനന്തും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ മേഘൻ ഇങ്ങനെ അടുത്തോട്ട് വന്ന സമയം മഞ്ജു സാഗറിൻ്റെ അടുത്ത് പറയും, മേഘൻ എപ്പോൾ വന്നാലും എന്നെ ചേർത്ത് നിർത്തി അയാളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം സാഗറെ. അപ്പോൾ ആ സമയം സാഗർ മഞ്ജുവിൻ്റെ അടുത്തോട്ട് ചേർന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇതൊക്കെ കണ്ടിട്ട് മേഘൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. പക്ഷേ കോടതി വളപ്പിലല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മേഘൻ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇതിനെല്ലാം ഞാനൊരു ദിവസം കണക്ക് വെച്ചിട്ടുണ്ട്, നിനക്കൊക്കെ തിരിച്ചടി ഞാൻ തരും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയം മാർക്കോ പറയാം, അന്ന് നിനക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് തിരിച്ച് മറുപടി മാർക്കോ കൊടുക്കും. കാര്യം മാർക്കോനെ വലിയ പേടിയാണ്. ഏതെങ്കിലും കാരണവശാൽ നീ മാനസയുടെ അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ സാഗറിൻ്റെ ജീവിതത്തിൽ നീ ഇടപെട്ട് എന്തെങ്കിലും നീ കുലുമാൽ ഒപ്പിക്കുകയാണെങ്കിൽ ഈ മാർക്കോ ആരാണെന്ന് നീ അറിയുമെന്ന് ഒരു താക്കീത് കൊടുക്കണം. പക്ഷെ മാർക്കോനെ മേഘനാഥന് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അതൊരു പേടിയോടുകൂടി മേഘനാഥൻ അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് നമ്മുടെ സീമന്തിനെയും മേഘനാഥൻ്റെ അച്ഛൻ നമ്മുടെ ഉണ്ണീനെയൊക്കെ വിളിക്കുകയാണ്, ദുർഗേനെയും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഉണ്ണി ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, എന്തായി മോനെ, നമ്മുടെ മേഘന് ജാമ്യം കിട്ടുമെന്ന് സീമന്തിന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ജാമ്യം കിട്ടാനുള്ള തെറ്റൊന്നും ഇല്ലല്ലോ, ജാമ്യമൊക്കെ കിട്ടി. പക്ഷേ മാനസയ്ക്കും കൊച്ചിനും മാസം തോറും നല്ലൊരു തുക ഇനിയിപ്പോൾ ചിലവിന് കൊടുക്കേണ്ടി വരും എന്നാണ് കോടതി വിധിച്ചേക്കണേന്ന് പറയുക. ഇവിടെ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടെ മേഘനാഥൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇത് കണ്ടല്ലോ, ഒരു പണിയില്ല, ഈ വീട്ടിലിരിപ്പാണ്, ഇനി എന്നെ കാണിക്കണം. മേഘൻ ആണെങ്കിൽ നല്ലൊരു പണി ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നതാ, ആ പണിയും കളഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഓരോ കേസുമായിട്ട് ഇനി ഇങ്ങനെ, ഇതൊക്കെ എവിടെ നിന്നാണ് ഇനി കൊടുക്കണേ, എന്നെ ഇനി ചെയ്യണം, ഇനി എന്താ ചെയ്യണം മോനെ. എന്നാലും മഞ്ജു ഇട്ടിട്ട് പോയല്ലോ എന്ന് പറയും. അപ്പോൾ ഉണ്ണി പറയും, മഞ്ജു ഇട്ടിട്ട് പോയതിനെ കുറിച്ചൊന്നും വല്യമ്മ പറയണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ മേഘേട്ടൻ്റെ ഭാഗത്തും കുറേ തെറ്റുണ്ടല്ലോ. കാരണം മേഘേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയായിട്ട് ഒരു ബന്ധമുണ്ടോ, അതിലൊരു കുഞ്ഞുണ്ടോ, പിന്നെ ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുമോ എന്ന് ചോദിക്കണം. അതാരും സഹിക്കില്ല മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൾ എന്നിട്ട് ഇറങ്ങിപ്പോയത് വേറൊരു ഇതിൽ നിന്നും വലിയ ഒരുത്തൻ്റെ കയ്യിലാണല്ലോ അവൾ ഇറങ്ങിപ്പോയത് എന്നിങ്ങനെ സീമന്തിനിയൊക്കെ പറഞ്ഞ് അവർ ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയും ദുർഗയും എല്ലാവരും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയണത്, എന്നാലും മഞ്ജു കാണിച്ചത് മണ്ടത്തരം. കാര്യം മേഘൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് അവനെ ഉപേക്ഷിച്ച് നേരെ ഇങ്ങനെ വീട്ടിൽ വന്നാൽ പോരെ, എവളെന്തിനാണ് ആ സാഗറിൻ്റെ കൂടെ പോയത് എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വരുന്നത്. രണ്ടുപേരും വരുന്നുണ്ടോ, ദുർഗ പറയും, രണ്ടുപേർക്ക് സമാധാനമായല്ലോ, ആ മേഘനെ ഇപ്പോൾ ഇത്രയും ഒരു പെടുതിയിൽ പെടുത്തിയിട്ട് അവൻ ഇതൊന്നും വന്നാൽ പോരാ. അപ്പോൾ അമ്മയ്ക്ക് മേഘനാഥനും ഈ ഒരു അവസ്ഥ വന്നതിലാണ് സങ്കടം, സ്വന്തം മോക്ക് ഈ അവസ്ഥ വന്നതിലല്ല. എൻ്റെ മോക്ക് എന്തവസ്ഥ വന്നതിന് കാരണവും നിങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ദുർഗ കണ്ണനെയും പിന്നെ മഹാലക്ഷ്മീനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറഞ്ഞു, എന്തൊക്കെ ശരിയാണെങ്കിലും ശരി, മേഘനാഥൻ ഇതിൽ നിന്നും വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ളവൻ, അവൻ ഈ ശിക്ഷയൊന്നും പോരാ, ഇതിൽ നിന്നും കടുത്ത ശിക്ഷ തന്നെ അവന് കിട്ടണമെന്ന് നമ്മുടെ കണ്ണൻ പറയും. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും സാഗർ നല്ല രീതിയിലുള്ള സ്വഭാവ രീതി ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്, അവരുടെ ജീവിത രീതി എങ്ങനെയാണെന്നൊക്കെ നോക്കട്ടെ. ഇനി അഥവാ സാഗറും അവളെ വഞ്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ രണ്ട് കൈ നീട്ടി ഞാൻ സ്വീകരിച്ച് ഞാൻ പൊന്നുപോലെ അവളെ നോക്കുക, എൻ്റെ പെങ്ങളാണ് അവളെ ഞാൻ കളയില്ല എന്ന് കണ്ണൻ പറയും. അപ്പോൾ ദുർഗയും ഉണ്ണിയും ഒക്കെ മുഖത്തോട് മുഖം നോക്കി ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്ന് നമുക്കറിയാം. മേഘനാഥൻ ഇനി എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ അടുത്ത് വരുന്ന ഓരോ പ്രൊമോ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാകും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തും. അതുവരയ്ക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.